ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ വന്നത്? ആക്രമിക്കാനോ അതോ ഈ കോവിലകം ചുട്ടരിക്കാനോ? എന്താണ് നിന്റെ ഉദ്ദേശം? വർമ്മ സാർ, ദയവ് എന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കണം. സാധ്യമല്ല. കണ്ണി കണ്ട പോക്രികൾക്കും ആഭാസന്മാർക്കും കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല ഈ കോവിലകം. ഇവിടെ കിടന്ന് വെറുതെ അഭ്യാസം കാണിക്കാതെ ഇറങ്ങിപ്പോ. സാർ, എന്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അന്നത്തെ സാഹചര്യത്തിലും തെറ്റിദ്ധാരണയിലും സംഭവിച്ചു പോയതാ. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. സാറിന്റെ അടുത്ത് വന്ന് മാപ്പ് പറയാനും കൂടി ഞാൻ വന്നത്. ദയവായി എനിക്ക് പറയാനുള്ളത് ക്ഷമയോടും സമാധാനത്തോടെയും കേൾക്കണം. ക്ഷമ, സമാധാനം കൊള്ളാം മോനെ. ഉള്ളിൽ പ്രതികാരമായിട്ട് കിടക്കുന്ന നിന്നെ പോലുള്ളവന്മാരോട് ക്ഷമയും സമാധാനം ഒന്നും ക്ഷത്രിയമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലടാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിന്റെ ഭാര്യയുടെ സുഹൃത്തായിരുന്നു എന്റെ മോൻ. അതിന്റെ പേരിൽ സംശയഭ്രാന്ത് പിടിച്ച് എന്റെ മോനെ നശിപ്പിക്കാൻ നടക്കായിരുന്നു നീ, ഇല്ലേ? ഇങ്ങനെയുള്ള നിന്നോടാണോ ഞാൻ ക്ഷമയും സമാധാനവും കാണിക്കേണ്ടത്? ഈ ജന്മം മുഴുവൻ അതുണ്ടാവില്ല. കടക്കട പുറത്ത്. എടാ, നിന്നോടാ പറഞ്ഞ കടക്കാൻ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവുള്ള ജന്തു. ഇറങ്ങി പോടാ. മേലിൽ ഈ കോമ്പൗണ്ടിൽ കയറി പോരുത്. കേറിയാ പിന്നെ നിന്റെ ശവമായിരിക്കും പുറത്തേക്ക് എടുക്കുക. ഓർമ്മിച്ചോ? രക്ഷപ്പെട്ടു. അയാള് വന്നതുപോലെ തിരിച്ചു പൊക്കോളും. അച്ഛാ, നിങ്ങൾ എന്നെ അടിച്ചോ? പുറംകാലം കൊണ്ട് ചവിട്ടിക്കോ, ഞാൻ നിന്ന് തരാം. ദയവായി എനിക്ക് ശ്യാമിനോട് സംസാരിക്കാൻ ഒരു അവസരം തരണം. പ്ലീസ്, എന്നെ അതിനെ അനുവദിക്കണം. എടാ, നിന്റെ ഈ വൃത്തികെട്ട നാടകമൊന്നും എന്റെ മുന്നിൽ വേണ്ട കേട്ടോ. മര്യാദക്ക് നീ പുറത്തിറങ്ങിക്കോ. ഇല്ലെങ്കിൽ ഇവിടുത്തെ പണിക്കാര് നിന്നെ തൂക്കിയെടുത്ത് പുറത്തറിയും. സർ, ഞാൻ അച്ഛാ വേണ്ട. അയാള് എന്നെ കാണാനാ വന്നത്. അയാൾക്ക് എന്താ പറയാനുള്ളതെങ്കിലും അറിയാലോ. എടാ മോനെ, ഞാൻ ശ്യാമിനെ കൊല്ലാനുള്ള പ്രതികാര ചിന്തയുമായി നടക്കുന്ന മനസ്സല്ല വിക്രമിന് എപ്പോഴുള്ളത്. ശത്രുവാണെങ്കിലും വീട്ടിൽ വന്ന സൽക്കരിക്കണമെന്നാണല്ലോ പറയാറുള്ളത്. വിക്രമിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. അതിനെങ്കിലും അനുവദിച്ചുകൂടെ? പണവും സ്വാധീനവും കൊണ്ട് ഈ ലോകം മുഴുവൻ വിലക്കെടുക്കാൻ കഴിവുള്ളവനാണ് ഈ വിക്രം. അത്ര ഉയരത്തിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുമ്പോ അതൊന്നും അത്ര നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ദേവിക മോൾ ഇങ്ങനെ പറഞ്ഞപ്പോ തൽക്കാലം ഞാൻ മറുത്തൊന്നും പറയുന്നില്ല. പക്ഷേ ഈ അതിഥിയെ സൽക്കരിച്ചതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടായ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും.